ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി വി.കെ. കൃഷ്ണമേനോൻ നിയമിതനായ നേരമാണ്. ആ സമയത്ത് ഹൈക്കമ്മീഷൻ ഒരു വിരുന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. വിരുന്നിന് വേണ്ടി കണക്കാക്കി തുക വലിയൊരു തുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ കൃഷ്ണമേനോന് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇത്രയധികം പണം ചെലവാക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അപ്പോൾ മറ്റുള്ളവരൊന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ലളിതമായ ഒരു പരിപാടി മതി. എന്നാൽ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനോട് അത്ര യോജിച്ചില്ല. ബ്രിട്ടീഷ് സമൂഹത്തിലും മറ്റ് രാഷ്ട്രങ്ങളിലും പ്രതിനിധികളുടെ മുന്നിലും ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടാൻ അത് അത്യാവശ്യമാണ്. നമുക്ക് ഇത്രയും കുറച്ച് ചെലവായാലും വേണ്ടില്ല, നല്ലൊരു പാർട്ടി സംഘടിപ്പിക്കണം എന്നായിരുന്നു അവരുടെ വാദം. പക്ഷേ വി.കെ. കൃഷ്ണമേനോൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ നയങ്ങളിലും തത്വങ്ങളിലുമാണ്, അല്ലാതെ ആർഭാടപൂർണ്ണമായ ഇത്തരം ചടങ്ങുകളിലല്ല എന്ന് വി.കെ. കൃഷ്ണമേനോൻ പറഞ്ഞു വെച്ചു. അവസാനം ആ വിരുന്ന് കൃഷ്ണമേനോൻ ആഗ്രഹിച്ച പോലെ വളരെ ലളിതമായ രീതിയിലാണ് നടന്നത്. കൃഷ്ണമേനോന് വേണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങി വളരെ ആഡംബരമായിട്ട് അവരുടെ മുമ്പിലേക്ക് ഒരു തലപ്പൊക്കം കാണിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ആർഭാടമായിട്ട് നടത്താമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലും തത്വങ്ങളിലും ഉറച്ചു നിന്നു. ബാഹ്യമായ പ്രകടനങ്ങളിലല്ല, മറിച്ച് മൂല്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസത്തിലാണ് യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത് എന്ന് വി.കെ. കൃഷ്ണമേനോന് നല്ല ബോധ്യമുണ്ടായിരുന്നു. നമുക്കും അത് ബോധ്യം വേണം. നമ്മൾ ആർഭാടം കാണിക്കുന്നതല്ല, വാല്യൂസിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലത്ത് വാല്യൂസിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് കേട്ടു നിൽക്കുന്നവൻ ചിലപ്പോൾ ശടിച്ചു കാണും. പക്ഷേ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ കാണും ഇപ്പോഴും മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്നവർ. അങ്ങനെ മുറുകെ പിടിച്ച ഒരാളായിരുന്നു വി.കെ. കൃഷ്ണമേനോൻ.